ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ കോംപ്ലിമെൻ്ററി കോഴ്സ് മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കോസസ്. ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പറയുന്നത്. Political. The French monarchy was corrupt and unresponsive to the needs of the people. നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു നാട്ടിൽ വിപ്ലവം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തൊക്കെ അവസ്ഥകളാണ് ഉണ്ടാവുക, അവിടുത്തെ രാജാക്കന്മാരുടെ പെരുമാറ്റം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ ഭരണാധികാരികൾക്ക്, രാജാക്കന്മാർക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അതിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. മേരി അന്റോണി എന്ന് പറയുന്ന ഒരു രാജ്ഞി പറയുന്ന ഒരു വാചകമാണ്. അതായത് ബ്രെഡിന് വില കൂടി അല്ലെങ്കിൽ റൊട്ടിക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്ത് ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് ബ്രെഡിന് വില കൂടുതലാണെങ്കിൽ അവർ കേക്ക് വാങ്ങി കഴിച്ചോട്ടെ എന്ന് പറയുന്ന ആളുകൾ വളരെ രോഷം കൊള്ളിച്ചിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ബ്രെഡിനാണോ കേക്കിനാണോ വില കൂടുതൽ എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് അവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. ആ രീതിയിൽ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. കിങ്സ് ലൈക്ക് ലൂയി 15 ആൻഡ് 16 ലിവ്ഡ് ലാവിഷ്ലി വൈൽ ദ പീപ്പിൾ സഫേർഡ്. അപ്പോൾ രാജാക്കന്മാരൊക്കെ വളരെ ലാവിഷായിട്ട് ആർഭാടത്തോടുകൂടി ജീവിക്കുകയും ജനങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. സോഷ്യൽ. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 അൺഈക്വൽ എസ്റ്റേറ്റ്സ്. മറ്റൊന്ന്, സമൂഹത്തെ തട്ടുകളാക്കി തിരിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. The first and second estates, clergy and nobility, enjoyed privileges, while the third estate, commoners, shouldered the tax burden. ആദ്യത്തെ 2 എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലേർജി, അതായത് പുരോഹിതന്മാർ, ബിഷപ്പുമാർ, ആർച്ച് ബിഷപ്പുമാർ എന്നൊക്കെ പറയുന്ന ഉന്നതരായിട്ടുള്ള പുരോഹിതന്മാർ. രണ്ടാമത്തത് നൊബിലിറ്റിയാണ്, അതായത് പ്രഭു കുടുംബങ്ങൾ. പ്രഭുക്കന്മാരെന്ന് പറയുന്ന ചില ആളുകളും അവരുടെ കുടുംബത്തിന് പ്രത്യേക അവകാശങ്ങളും അതുപോലെ തന്നെ പ്രിവിലേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും താഴെയാണ് കോമണേഴ്സ്, സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരും ജോലിക്കാരുമായിട്ടുള്ള ആളുകൾ വരുന്നത്. ഈ സ്വത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഭൂമി സ്വത്തും സമ്പത്തുമെല്ലാം അടക്കി വെച്ചിരുന്നത് ഈ ആദ്യത്തെ 2 എസ്റ്റേറ്റിലുള്ള ആളുകളാണ്. എന്നാൽ അവർക്ക് ടാക്സുകളൊന്നും കാര്യമായിട്ട് കൊടുക്കേണ്ടി വന്നിരുന്നില്ല. ഇനി കാര്യമായിട്ട് സമ്പത്തൊന്നും ഇല്ലാതിരുന്നിട്ടുള്ള കോമണേഴ്സ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ ജോലി ചെയ്ത് കിട്ടുന്ന തുകയിൽ നിന്ന് വലിയൊരു സംഖ്യ സർക്കാരിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളെ രോഷം കൊള്ളിച്ചിരുന്നു. എക്കണോമിക്. ഫ്രാൻസ് വാസ് ഇൻ ഡീപ് ഫിനാൻഷ്യൽ ട്രബിൾ ഡ്യൂ ടു എക്സ്ട്രാവഗന്റ് സ്പെൻഡിങ് ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ വാർസ്. ഇനി ഫ്രാൻസിന്റെ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ തന്നെ വളരെ മോശമായിരുന്നു. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ആർഭാടവും ധൂർത്തുമായിട്ടുള്ള ചെലവുകൾ കൊണ്ടും യുദ്ധത്തിലും മറ്റും പങ്കെടുക്കേണ്ടത് കൊണ്ടുണ്ടാവുന്ന ചെലവുകൾ കൊണ്ടും രാജ്യത്തിന്റെ സാമ്പത്തിക നില തകർന്നിരിക്കുകയാണ്. ദി അൺഫെയർ ടാക്സ് സിസ്റ്റം ഫർദർ ബർഡൻ ദ പീപ്പിൾ. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടാക്സ് സിസ്റ്റം, നാട്ടിൽ ഒന്നെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വലിയ അളവിലുള്ള അമിതമായിട്ടുള്ള തുക ടാക്സ് ആയിട്ട് ഈടാക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ ആളുകളെ അത് വല്ലാതെ പ്രയാസപ്പെടുത്തി. ഇന്റലക്ച്വൽ. എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ലൈക്ക് മൊണ്ടേസ്ക്യൂ, വോൾട്ടയർ ആൻഡ് റൂസോ ചലഞ്ച് ദി ആബ്സല്യൂട്ട് മൊണാർക്കി ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി. ഇനി മറ്റ് വിപ്ലവങ്ങളിൽ നിന്ന് ഫ്രാൻസിലെ വിപ്ലവത്തിനുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒന്ന്, അതിൽ ഫിലോസഫേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അതായത് വിപ്ലവത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ ഫിലോസഫേഴ്സിന്റെ ചിന്തകൾ സ്വാധീനിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, മറ്റുള്ള വിപ്ലവങ്ങളെ പോലെ തുടർച്ചയായിട്ടുള്ള ഒന്നല്ല ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്, മറിച്ച് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഫ്രാൻസിലെ വിപ്ലവങ്ങൾ നടക്കുന്നത്. ആ 3 ഘട്ടത്തിലും 3 ചിന്തകന്മാരുടെ ഇൻഫ്ലുവൻസ് ആണ് അതിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇനി ഫ്രഞ്ച് റെവല്യൂഷനിൽ നേരത്തെ പറഞ്ഞ 3 ഫേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോ ഫേസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഫേസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. 1789 മുതൽ 1792 വരെയാണ് അതുണ്ടാവുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള രാജഭരണം. ഗോൾ, ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് എ ലിമിറ്റഡ് മൊണാർക്കി വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പയർഡ് ബൈ മൊണ്ടേസ്ക്യൂസ് കൺസെപ്റ്റ് ഓഫ് ഡിവൈഡഡ് സോവറിനിറ്റി. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ പറയുന്നത്
ഇപ്പൊ ബ്രിട്ടനിലൊക്കെ ഉള്ളതുപോലെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ അടുത്ത കാലത്ത് എലിസബത്ത് രാജ്ഞി അങ്ങനെ ഉള്ള ബ്രിട്ടനിലെ രാജ്ഞിമാരെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ ഇപ്പോഴും ഭരണഘടനാപരമായിട്ട് അങ്ങനെ ഒരു പദവി നിലനിൽക്കുന്നുണ്ട്. വളരെ മുൻപ് തന്നെ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ആരംഭിച്ചിട്ടുള്ള സംവിധാനമാണിത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് തന്നെ ഈ ബ്രിട്ടനിൽ ഇത്തരം ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം കൊണ്ടും മറ്റ് ചിന്തകളുടെ സ്വാധീനം കൊണ്ടും മൊണ്ടേസ്ക്യൂ എന്നുള്ള ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ് ഈ ഒരു ആശയം ഫ്രാൻസിൽ അവതരിപ്പിക്കുന്നത്. അതായത് രാജാവിന് പൂർണ്ണ അധികാരം എന്നുള്ള സംവിധാനം മാറ്റിക്കൊണ്ട് ഒരു ഡിവൈഡഡ് സോവറിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സംവിധാനമാണ്. അതായത് രാഷ്ട്രീയ അധികാരം, അതുപോലെ തന്നെ ജുഡീഷ്യൽ അധികാരം എന്നുള്ള രീതിയിൽ അധികാരത്തെ വേർതിരിച്ചു നിർത്തുക. എല്ലാ അധികാരവും ഒരാൾക്ക് കൊടുക്കാതെ നിയമവ്യവസ്ഥ ഒന്ന്, അതുപോലെ തന്നെ ഈ ബ്യൂറോക്രസി വേറൊന്ന് എന്നുള്ള രീതിയിൽ അധികാരങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഒരു സംവിധാനമാണ്. അത്തരത്തിലുള്ള ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഷെയർഡ് പവർ ബിറ്റ്വീൻ ദ ക്രൗൺ, അരിസ്റ്റോക്രസി ആൻഡ് കോമണേഴ്സ്. ക്രൗൺ എന്ന് പറയുന്നത് രാജാവ്, അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് അവിടുത്തെ പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ, കോമണേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാര്. ഇങ്ങനെ 3 വിഭാഗങ്ങളിലേക്കായിട്ട് അധികാരം പങ്കുവെച്ച് നൽകാനുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കീ ഇവന്റ്സ്: സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ, സിംബോളിക് സ്റ്റാർട്ട് ഓഫ് ദ റെവല്യൂഷൻ. ഈ വിപ്ലവത്തിന്റെ തുടക്കത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ളത് ബാസ്റ്റിൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജയിലാണുള്ളത്. അപ്പോൾ അതിലേക്ക് ആളുകൾ ഇരച്ചു കയറുകയും അതുപോലെ തന്നെ അത് മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതാണ് വിപ്ലവത്തിന്റെ തുടക്കമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, ഡിഫൈൻഡ് ബേസിക് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. മറ്റൊന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മനുഷ്യർക്ക് പൊതുവിൽ വേണ്ട, അടിസ്ഥാനപരമായിട്ട് വേണ്ട ആവശ്യങ്ങൾ, അവകാശങ്ങൾ എന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം. ദെൻ ഫൈറ്റ് ഓഫ് കിങ് ലൂയിസ് വീക്കൻ ദ മൊണാർക്കി ഫർദർ, ഫ്ലൈറ്റ് ഓഫ് കിങ് ലൂയിസ്. അപ്പോൾ ഈ വിപ്ലവം നാട്ടിൽ ഇങ്ങനെ ശക്തിയായിട്ട് പ്രാപിച്ചു വരുന്ന സമയത്ത് രാജാവ് അവസാനം ഗത്യന്തരമില്ലാതെ അവിടുന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിലൊക്കെ ഈ രാജഭരണത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരുന്നില്ല. കാരണം ഈ അരിസ്റ്റോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ, അതായത് പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ സാധാരണക്കാർക്ക് കൂടി അധികാരം പങ്കുവെക്കുക എന്നുള്ള ഒരു ആശയത്തിനോട് വലിയൊരു പിന്തുണ നൽകിയിരുന്നില്ല. ആ രീതിയിൽ മൊണ്ടേസ്ക്യൂ പറഞ്ഞതുപോലുള്ള ഒരു സാധാരണക്കാരും പ്രഭുക്കന്മാരും രാജാവും തമ്മിൽ അധികാരം പങ്കുവയ്ക്കുന്ന ഒരു സിസ്റ്റം അവിടെ നിലവിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അടുത്ത ഫേസ് റിപ്പബ്ലിക്കനിസം, ഷിഫ്റ്റിംഗ് പവർ, റൈസ് ഓഫ് റിപ്പബ്ലിക്കനിസം ആഫ്റ്റർ ദ കിങ്സ് ഫ്ലൈറ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു രാജാവ് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം അവിടെ ഈ റിപ്പബ്ലിക്കനിസം, അതായത് രാജഭരണം എന്നുള്ള സംവിധാനം മാറ്റിയിട്ട് ഒരു ഭരണഘടന അനുസൃതമായിട്ടുള്ള റിപ്പബ്ലിക് എന്ന രീതിയിലേക്ക് ഫ്രാൻസിനെ വളർത്തുക എന്നുള്ള ഒരു ആശയത്തിന് അവിടെ പ്രാബല്യം ലഭിക്കുന്നു. ഡോമിനന്റ് തിങ്കർ ജാൻ-ജാക്ക് റൂസോ, കൺസെപ്റ്റ് ഓഫ് പോപ്പുലർ സോവറിനിറ്റി, പീപ്പിൾ ഹോൾഡ് അൾട്ടിമേറ്റ് പവർ ഗെയിൻഡ് ട്രാക്ഷൻ. അപ്പോൾ മൊണ്ടേസ്ക്യൂവിന്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൂസോ പറയുന്നത് ജനങ്ങൾക്കാണ് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം എന്നുള്ള രീതിയിൽ ജനങ്ങളിലാണ് അധികാരം ഉണ്ടാവേണ്ടത്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയിലൊക്കെ പറയുന്ന പോലെ, ഒരു മോഡേൺ ഭരണഘടനകളെല്ലാം പറയുന്ന പോലെ ജനങ്ങളിൽ അധികാരം വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം പറയുന്നത്. റാഡിക്കലൈസേഷൻ, റെയിൻ ഓഫ് ടെറർ, എ പീരീഡ് ഓഫ് വയലൻസ് ആൻഡ് റിപ്രഷൻ അണ്ടർ റോബിസ്പിയർ. അപ്പോൾ ഈ രാജാവിന് ശേഷം അവിടെ ഈ റിപ്പബ്ലിക് എന്നുള്ളൊരു സംവിധാനം വരുന്നു. റോബിസ്പിയർ ആണ് അവിടെ ഈ ഭരണത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടാവുന്നത് ഒരു ടെറർ ഭരണമാണ്. അതായത് റൂസോയുടെ ചിന്തയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജനങ്ങൾ സ്വയം ഭരിക്കുകയാണ് വേണ്ടത്, ആരാലും ഭരിക്കപ്പെടുകയില്ല എന്നുള്ളൊരു സിസ്റ്റമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് റോബിസ്പിയർ അവിടെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അതായത് എല്ലാവരും ഫ്രീ ആയിരിക്കണം, സ്വതന്ത്രരായിരിക്കണം. ഇനി അങ്ങനെ അല്ലാത്തവരെ നിർബന്ധിച്ച് സ്വതന്ത്രരാക്കണം. അതായത് നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾ ആണ് സ്വതന്ത്രൻ എന്നുള്ള രീതിയിലാണ് റൂസോ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ നിയമം അനുസരിക്കാത്തവരെ നിർബന്ധിച്ച് അനുസരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കുക എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനം വന്നിട്ട് റോബിസ്പിയർ അദ്ദേഹത്തിന്റെ എതിരാളികളായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു യന്ത്രത്തെ കുറിച്ചിട്ട്. ആളുകളുടെ തല അറുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യന്ത്രമാണ്. അത് വളരെയധികം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ റോബിസ്പിയറിന്റെ ഒരു കാലഘട്ടത്തിലാണ്. ഈ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളുമായിട്ടുള്ള ഒരുപാട് പേര് വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ട് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്
ഈ ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അതർ മേജർ ഇവന്റ്സ്: എക്സിക്യൂഷൻ ഓഫ് കിങ് ലൂയി, നമ്മൾ നേരത്തെ പറഞ്ഞു, രാജാവിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കുക. ഫ്രഞ്ച് റെവല്യൂഷണറി വാർസ്, ഫോർട്ട് അഗൈൻസ്റ്റ് യൂറോപ്യൻ പവേഴ്സ് ഓപ്പോസ് ദി റെവല്യൂഷൻ, ഇനി വിപ്ലവത്തിനെ എതിർക്കുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം റൂസോയുടെ പോയിന്റ് ആണ് അവിടെ വരുന്നത്. അതായത് ജനങ്ങളിലാണ് അധികാരം വരേണ്ടത് എന്നുള്ള റിപ്പബ്ലിക് എന്നുള്ള സംവിധാനം. അങ്ങനെ രാജാവ് മാറിക്കൊണ്ട് റിപ്പബ്ലിക് വരുന്നു. അവിടെ ആദ്യം അധികാരം ഏറ്റുള്ളത് റോബിസ്പിയർ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എതിരാളികളെ എല്ലാം ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തിട്ട് നാട്ടിൽ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് സെക്കൻഡ് ഫേസിൽ ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ഫേസ് ആയിട്ട് വരുന്നത് എംപയർ, നെപ്പോളിയൻസ് റൈസ്. നെപ്പോളിയൻ ബോണോപാർട്ട് സൈസസ് പവർ ത്രൂ എ കോപ്പ്. മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത് എംപയർ ആണ്, സാമ്രാജ്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള സംവിധാനം മാറിയിട്ട് സാമ്രാജ്യത്വം എന്നുള്ള സംവിധാനത്തിലേക്കാണ് വരുന്നത്. ഒരു പക്ഷെ ഒരു പുറകോട്ട് നടക്കൽ പോലെയാണ് അവിടെ സംഭവിക്കുന്നത്. നെപ്പോളിയൻ ബോണോപാർട്ട് സൈനിക മേധാവിയായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹം അവിടുത്തെ അധികാരം കൈയെടുക്കുന്നു. നമുക്കറിയാം, രാജ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ആകെ വയലന്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നെപ്പോളിയൻ ബോണോപാർട്ട് അവിടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. എൻലൈറ്റ്മെന്റ് ഇൻഫ്ലുവൻസ്. നെപ്പോളിയൻ അഡോപ്റ്റ്സ് ഐഡിയാസ് ഓഫ് എൻലൈറ്റൻഡ് ആബ്സല്യൂട്ടിസം ഫ്രം വോൾട്ടയർ. സ്ട്രോങ് സെൻട്രൽ റൂളർ പ്രൊമോട്ട്സ് പ്രോഗ്രസ് ആൻഡ് സയൻസ്. മൂന്നാമത്തെ ഘട്ടത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ഫിലോസഫർ എന്ന് പറയുന്നത് വോൾട്ടയർ ആണ്. വോൾട്ടയറിന്റെ ആശയത്തിൽ നേരത്തെ ഉള്ളതുപോലെ ജനങ്ങളാണ് അധികാരം കൈയേണ്ടതെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് വിവരമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൂരിഭാഗം ജനങ്ങൾക്കും രാഷ്ട്രീയത്തെ കുറിച്ചിട്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടും വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് അവരിലേക്ക് അധികാരം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പകരം ശക്തനായിട്ടുള്ള ഒരാളാണ് ഈ അധികാരത്തിന്റെ കേന്ദ്രമായിട്ട് വരേണ്ടത്. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് ആ ഒരാളാണ് നയിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് വോൾട്ടയർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഊന്നിക്കൊണ്ടാണ് നെപ്പോളിയൻ അങ്ങനെ ഒരു സെന്റർ ഫിഗർ എന്നുള്ള രീതിയിൽ എല്ലാ അധികാരങ്ങളും അയാളിലേക്ക് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ലെഗസി ഓഫ് ദ റെവല്യൂഷൻ. മെനി റെവല്യൂഷണറി ചേഞ്ചസ് റിമെയിൻ ബട്ട് അണ്ടർ എ ന്യൂ അതോറിറ്റേറിയൻ ലീഡർ. അപ്പൊ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള പല മാറ്റങ്ങളും അവിടെ നിലനിന്നുവെങ്കിലും നെപ്പോളിയന്റെ വരവോട് കൂടിയിട്ട് എല്ലാ അധികാരവും നെപ്പോളിയനിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഡൗൺഫോൾ. നെപ്പോളിയൻസ് ഡിഫീറ്റ് അറ്റ് വാട്ടർലൂ മാർക്സ് ദി എൻഡ് ഓഫ് ദി എംപയർ. ഇനി നെപ്പോളിയൻ ഈ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുന്നതോട് കൂടിയിട്ട് നെപ്പോളിയന്റെയും അതോടുകൂടി തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും ഒരു അവസാനം അവിടെ കുറിക്കപ്പെടുകയാണ്. നെപ്പോളിയന്റെ ചേഞ്ചസിനെ കുറിച്ചിട്ടും സംഭാവനകളെ കുറിച്ചിട്ടും നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫ്രഞ്ച് റെവല്യൂഷന്റെ കോൺസിക്വൻസസ് ആണ്. ആദ്യത്തേത് എൻഡ് ഓഫ് ഫ്യൂഡലിസം. ദി ഓൾഡ് സോഷ്യൽ ഓർഡർ വാസ് അബോളിഷ്ഡ് ആൻഡ് പ്രിവിലേജസ് ബേസ്ഡ് ഓൺ ബർത്ത് വെർ എലിമിനേറ്റഡ്. ഫ്യൂഡലിസം അല്ലെങ്കിൽ ജന്മിത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം ഫ്രാൻസിൽ അവസാനിക്കുന്നതിന് ഫ്രഞ്ച് വിപ്ലവം കാര്യമായി. ജന്മം കൊണ്ട് ലഭിക്കുന്ന പ്രിവിലേജ്, അതായത് പ്രഭു കുടുംബത്തിൽ ജനിക്കുക എന്നുള്ള ആ രീതിയിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഇല്ലാതായി. എല്ലാവരും തുല്യരായിട്ട് വരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. റൈസ് ഓഫ് നെപ്പോളിയൻ ബോണോപാർട്ട്. നെപ്പോളിയൻ seized power and established a French empire, spreading revolutionary ideals across Europe. ഇനി മറ്റൊന്ന് നെപ്പോളിയന്റെ ഒരു ഉദയമാണ്. നെപ്പോളിയൻ ഫ്രാൻസിൽ അധികാരം പിടിച്ചടക്കിയ ശേഷം അദ്ദേഹത്തിന് ലോകം മുഴുവൻ അധികാരം പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. യൂറോപ്പിൽ ഉടനീളം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അദ്ദേഹം വികസിപ്പിച്ചു. ഇനി സാമ്രാജ്യത്തിൽ ഉടനീളം അവിടെയുള്ള രാജാക്കന്മാരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. Concept of a nation redefined. The idea of a nation as a unified people, not just a territory, emerged. ഇനി ദേശീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതായത് ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഒരു ബൗണ്ടറി മാത്രമല്ല, അവിടെയുള്ള ആളുകളുടെ ഒരു ഐക്യം കൂടിയാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഉടലെടുക്കുന്നത്. Sovereignty of the people. The concept that the people are the ultimate source of political power gained ground. ഇനി ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ യൂറോപ്പിലുടനീളം ലോകത്താകമാനം എന്ന് വേണമെങ്കിൽ പറയാം, രാജാക്കന്മാരും സാമ്രാജ്യങ്ങളുമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിനകത്ത് ഇതുപോലെ ജനങ്ങളിലാണ് അധികാരം എന്നുള്ള ഒരു ആശയമൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത്തരം ചിന്തയുടെ ഹൃദയത്തിന് ഇത് കാരണമായിട്ടുണ്ട്.
Inspiration for future revolutions. The French Revolution inspired revolutionary movements around the world advocating for liberty and equality. ഇതുപോലെ സമത്വത്തിനും അതുപോലെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് ലോകത്താകമാനം വിപ്ലവങ്ങൾ ഉണ്ടാവുന്നതിന് ഒരു ഇൻസ്പിറേഷനായിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ പ്രവർത്തിച്ചിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്തും ആളുകൾ ഫ്രഞ്ച് റെവല്യൂഷൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണുന്നുണ്ട് എന്ന് പറയാം. ഇനി ഫ്രഞ്ച് റെവല്യൂഷന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ഡയറക്റ്റ് ഇമ്പാക്റ്റുകളാണ്. ഫ്രഞ്ച് റെവല്യൂഷൻസ് ഇമ്പാക്ട് ഓൺ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. ഇൻസ്പയർഡ് ബൈ ദ ഫ്രഞ്ച് റെവല്യൂഷൻസ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഓവർത്രോവിംഗ് ഫോറിൻ റൂൾ, റെവല്യൂഷൻസ് എറപ്റ്റഡ് ഇൻ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോളനീസ്. അപ്പൊ സെൻട്രൽ സൗത്ത് അമേരിക്ക, ഈ അർജന്റീന, ബ്രസീല്, അതുപോലെ തന്നെ കൊളംബിയ, ഉറുഗ്വേ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയിൽ കൂടുതലും സ്പാനിഷ്, പോർച്ചുഗീസ് കോളനികളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ബ്രിട്ടന്റെ കോളനി ആയിരുന്നതുപോലെ അവിടെ സ്പാനിഷ്, പോർച്ചുഗീസ് കോളനികളാണുള്ളത്. അവിടെയുള്ള ആളുകൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോൾ എസ്റ്റാബ്ലിഷ് ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക്സ് ആൻഡ് അബോളിഷ് സ്ലേവറി. മറ്റൊന്ന് അവിടങ്ങളിലുള്ള ഈ സ്ലേവറി, അടിമത്തം പോലുള്ള സമ്പ്രദായങ്ങൾ നിർത്തലാക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. മെയിൻ ഒപ്പോണൻസ് സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നമുക്ക് നമ്മുടെ രാജ്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്നുള്ളതുപോലെ സൗത്ത് അമേരിക്കയിൽ, സെൻട്രൽ അമേരിക്കയിൽ സ്പെയിനിനും പോർച്ചുഗലിനും എതിരെയാണ് അവിടെയുള്ള ആളുകൾ സമരം ചെയ്തിരുന്നത്. കീ ഫിഗേഴ്സ് സിമോൺ ബൊളീവർ ആൻഡ് ബെർണാഡോ ഓഹിഗിൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവിടെ ആകമാനം ഒരു രാജ്യത്തല്ല, ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളമുള്ള രാജ്യങ്ങളിൽ വിപ്ലവം നയിച്ചിരുന്നത് സൈമൺ ബൊളീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ബെർണാഡോ ഓഹിഗിൻസ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അതിൽ കീ ഫിഗേഴ്സ് ആണ്. അവരെല്ലാം അതിൽ വിജയിക്കുകയും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഫ്രാൻസിന്റെ ഒരു വിപ്ലവത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്പെയിൻ, പോർച്ചുഗീസ് കോളനികളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഇനി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് നെപ്പോളിയൻ ബോണോപാർട്ടിന്റെയും അദ്ദേഹത്തിന്റെ സംഭാവനകളെയും കുറിച്ചിട്ടാണ്. റൈസ് ടു പവർ ഗെയിൻഡ് പ്രൊമിനൻസ് ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആസ് എ സക്സസ്ഫുൾ മിലിറ്ററി ലീഡർ. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം മിലിറ്ററി ലീഡറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ ഒരു കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ അവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഫിഗറായിട്ട് ഉയർന്നു വരികയായിരുന്നു. became first council of France in 1799, consolidating power and ending the revolution's chaotic period. നമ്മൾ നേരത്തെ പറഞ്ഞു, വിപ്ലവത്തിന്റെ രണ്ടാമത്തെ ഫേസിൽ റോബോസ്ഫിയറിന്റെ ഭരണകാലത്ത് രാജാവ് പോയി അവിടെ റിപ്പബ്ലിക് ആയതിനു ശേഷം റോബോസ്ഫിയർ വരുന്ന സമയത്ത് നാട്ടിലാകെ വയലൻസ്, അക്രമം എന്നുള്ള സാഹചര്യമാണ്. ആ ഒരു സമയത്താണ് നെപ്പോളിയൻ വരുന്നത്. അതിനൊരു അവസാനം കുറിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നെപ്പോളിയന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് അദ്ദേഹത്തിന്റെ മിലിറ്ററി ക്യാമ്പയിൻസ് ആണ്. ഡിഫീറ്റഡ് ബ്രിട്ടീഷ് ആൻഡ് ഓസ്ട്രിയൻ ഫോഴ്സസ് ഇൻ ന്യൂമറസ് ബാറ്റിൽ, എക്സ്പാൻഡിങ് ദ ഫ്രഞ്ച് എംപയർ അക്രോസ് യൂറോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകമാകമാനം അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അതിലേക്ക് കുറേയൊക്കെ അദ്ദേഹം മുന്നോട്ട് പോയി. യൂറോപ്പിലെ പല രാജ്യങ്ങളും ബ്രിട്ടനും ഓസ്ട്രിയയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെ അദ്ദേഹം കീഴ്പ്പെടുത്തുകയുണ്ടായി. ദെൻ ക്രൗൺഡ് ഹിംസെൽഫ് എംപറർ നെപ്പോളിയൻ I in 1804. തുടർന്ന് അദ്ദേഹം എംപറർ, അതായത് സാമ്രാജ്യത്തിന്റെ അധിപതി എന്നുള്ള ഒരു പദവിയൊക്കെ സ്വയം സ്വീകരിച്ചുകൊണ്ട് എംപറർ നെപ്പോളിയൻ എന്നുള്ള ഒരു പേരൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഇനി അദ്ദേഹത്തിന്റെ റിഫോംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡൊമസ്റ്റിക് റിഫോംസ്. നെപ്പോളിയാനിക് കോഡ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ സിവിൽ ലോ സിസ്റ്റം ദാറ്റ് ഈസ് സ്റ്റിൽ ഇൻഫ്ലുവൻഷ്യൽ ടുഡേ, എംഫസൈസിങ് കോഡിഫൈഡ് ലോസ് ആൻഡ് ലീഗൽ ഇക്വാലിറ്റി. ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് നെപ്പോളിയാനിക് കോഡാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് പല നിയമങ്ങളാണുള്ളത്. പ്രഭുക്കന്മാര്, പുരോഹിതന്മാര്, അതുപോലെ തന്നെ സാധാരണക്കാർ എന്ന രീതിയിൽ തട്ടുകളായിട്ടുള്ള സമൂഹവും പലർക്കും പല പ്രിവിലേജുകളും പലരെയും പല രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇന്ത്യയിൽ ഇതുപോലെ ജാതിയുടെ പേരിലൊക്കെ പലർക്കും പല നിയമങ്ങളുടെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നെപ്പോളിയനാണ് അക്കാലത്ത് ഇതുപോലുള്ള പ്രിവിലേജുകളെല്ലാം മാറ്റിക്കൊണ്ട് എഴുതപ്പെട്ട നിയമം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ലോ എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ കൊണ്ടുവരുന്നത്. അടുത്തത് കോൺകോർഡാറ്റ്. റീഎസ്റ്റാബ്ലിഷ്ഡ് കത്തോലിസിസം ആസ് എ സ്റ്റേറ്റ് റിലീജിയൻ ബട്ട് വിത്ത് ലിമിറ്റേഷൻസ് ഓൺ ചേർച്ച് പവർ ആൻഡ് കൺട്രോൾ ബൈ ദ ഗവൺമെന്റ്. ഇനി റെവല്യൂഷന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ചർച്ച് ക്ലർജി, പുരോഹിതന്മാർ എന്നൊക്കെ പറയുന്നത് ഉയർന്ന വിഭാഗത്തിൽ ഫസ്റ്റ് സ്റ്റേറ്റിൽ വന്നിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിപ്ലവം നയിച്ചിരുന്ന സാധാരണക്കാർക്ക് അവരുടെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. രാജ്യത്തിൽ അവർക്കുള്ള പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നെപ്പോളിയൻ ഈ
സ്റ്റേറ്റ് റിലീജിയൻ എന്നുള്ള രീതിയിലേക്ക് ഈ കത്തോലിക് മതത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പണ്ട് ഉണ്ടായിരുന്ന ആ അധികാരങ്ങളും മറ്റും ഇല്ലാതെ സ്റ്റേറ്റിന്റെ കൺട്രോളിലാണ് ഈ ചർച്ച് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതായത് പള്ളിയും പള്ളി വക സ്വത്തുക്കളും ഒക്കെ രാജ്യത്തിന്റെ സ്വത്ത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എഡ്യൂക്കേഷണൽ റിഫോംസ്. നാഷണലൈസ്ഡ് എഡ്യൂക്കേഷൻ വിത്ത് എ ഫോക്കസ് ഓൺ സ്റ്റേറ്റ് കൺട്രോൾ ആൻഡ് കരിക്കുലം അലൈൻഡ് വിത്ത് ഹിസ് ഗോൾസ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ്. രാജ്യത്തുടനീളം ഒരു യൂണിഫൈഡ് വിദ്യാഭ്യാസ സിസ്റ്റം, അതായത് സിലബസ്, കരിക്കുലം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ശാസ്ത്രവും ഒക്കെ ആളുകൾ പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും അദ്ദേഹം ചെയ്തു. എക്കണോമിക് റിഫോംസ് എയിം ടു ഇംപ്രൂവ് ദ ഫ്രഞ്ച് എക്കോണമി ത്രൂ മെഷേഴ്സ് ലൈക്ക് എ സെൻട്രൽ ബാങ്ക് ആൻഡ് എ കൺട്രോൾ ഓഫ് ടാക്സേഷൻ. മറ്റൊന്ന് അദ്ദേഹം ചെയ്തത് ഒരു സെൻട്രൽ ബാങ്ക് പോലൊരു സംവിധാനം കൊണ്ടുവരികയും, നേരത്തെ നമ്മൾ പറഞ്ഞു ടാക്സേഷന്റെ കാര്യത്തിൽ ആളുകളെ തട്ടുകളാക്കി തിരിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ യൂണിഫൈഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം. ലീജിയൻ ഓഫ് ഓണർ, എ മെറിറ്റോക്രാറ്റിക് അവാർഡ് സിസ്റ്റം ടു റെക്കഗ്നൈസ് ആൻഡ് മോട്ടിവേറ്റ് സിറ്റിസൺസ്. ലീജിയൻ ഓഫ് ഓണർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഭാരതരത്ന, പത്മശ്രീ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവാർഡുകളാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഈ പ്രഭുക്കന്മാർക്ക് മാത്രമാണ് ഈ ഒരു പ്രഭു പദവി ഉണ്ടായിരുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് അവരുടെ ഈ നേട്ടങ്ങൾക്കും അവരുടെ സംഭാവനകൾക്കും അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ പത്മശ്രീ അവാർഡൊക്കെ കൊടുക്കുന്ന പോലെ ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ പബ്ലിക് വർക്ക്സ് ആൻഡ് ആർക്കിടെക്ചറൽ ഇംപ്രൂവ്മെന്റ്സ് ഇൻ പാരീസ്. മറ്റൊന്ന് ഈ ഫ്രാൻസിന്റെയും അതുപോലെ പാരീസ് നഗരത്തിന്റെയും മുഖച്ഛായ മാറ്റുന്നതിന് അവിടുത്തെ ആർക്കിടെക്ചറിനും മറ്റൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഫണ്ടിങ് ചെയ്തിരുന്നു. ഇനി നെപ്പോളിയന്റെ തകർച്ചയിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോണ്ടിനെന്റൽ സിസ്റ്റം, എ ഫെയിൽഡ് എക്കണോമിക് വാർഫെയർ സ്ട്രാറ്റജി എയിംഡ് അറ്റ് ഐസൊലേറ്റിംഗ് ബ്രിട്ടൻ ബൈ ബാനിങ് ട്രേഡ് വിത്ത് യൂറോപ്യൻ കൺട്രീസ്. കോണ്ടിനെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉപരോധം എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായ സമയത്ത് റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ആ രീതിയിൽ ഇദ്ദേഹം ബ്രിട്ടനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കത്തിനെയാണ് കോണ്ടിനെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ ആരും ബ്രിട്ടനുമായിട്ട് എക്കണോമിക് ആക്ടിവിറ്റി നടത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഹാംഡ് യൂറോപ്യൻ എക്കോണമീസ് ആൻഡ് ബെനിഫിറ്റഡ് ബ്രിട്ടീഷ് സ്മഗ്ലേഴ്സ്. പക്ഷെ ബ്രിട്ടനുമായിട്ട് അങ്ങനെ ഒരു വ്യാപാര ബന്ധം ഇല്ലാത്തത് യൂറോപ്യൻ രാജ്യങ്ങളുടെ എക്കോണമിയെ തന്നെയാണ് ബാധിക്കുന്നുണ്ടായത്. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടേക്ക് സ്മഗിൾ ചെയ്തിട്ട് പോകുന്ന വ്യാപാരങ്ങളും മറ്റൊക്കെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൗൺഫോൾ, ദ ഡിസാസ്റ്റർസ് ഇൻവേഷൻ ഓഫ് റഷ്യ ഇൻ 1812 മാർക്ക്ഡ് എ ടേണിംഗ് പോയിന്റ്. നെപ്പോളിയന്റെ പരാജയത്തിന് പ്രധാനമായിട്ട് വരുന്ന കാരണം റഷ്യയെ ആക്രമിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അന്നവിടെ സാർ ഭരണകാലഘട്ടമാണുള്ളത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് കനത്ത നഷ്ടം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡിഫീറ്റഡ് ബൈ എ കോalition ഓഫ് യൂറോപ്യൻ ഫോഴ്സസ് അറ്റ് ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഇൻ 1850. പിന്നീട് ഈ നെപ്പോളിയൻ പരാജയപ്പെടുത്തുകയും അല്ലെങ്കിൽ നെപ്പോളിയനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുള്ള മറ്റെല്ലാവരും കൂടി ഒരു സഖ്യമായിട്ട് നെപ്പോളിയനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വാട്ടർലൂവിലെ യുദ്ധത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുണ്ടായിട്ടുള്ളത്. എക്സൈൽഡ് ട്വൈസ് ടു എൽബ ആൻഡ് ദെൻ സെയിന്റ് ഹെലേന വേർ ഹി ഡൈഡ് ഇൻ 1821. അങ്ങനെ ഒരു തവണ അദ്ദേഹത്തെ നാട് കടത്തി. അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിട്ട് രണ്ടാമത് ഇതുപോലെ യുദ്ധമൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നും അദ്ദേഹത്തെ വീണ്ടും നാട് കടത്തി. പിന്നീട് അദ്ദേഹം ആ നാട് കടത്തപ്പെട്ട സ്ഥലത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ മൊഡ്യൂളിൽ അവസാനമായിട്ട് വരുന്നത് ദ കോൺഗ്രസ് ഓഫ് വിയന്നയാണ്. നെപ്പോളിയന്റെ പരാജയത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ അവർക്ക് ഇതുപോലെയുള്ള യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പർപ്പസ്, ദ കോൺഗ്രസ് എയിം ടു റീസ്റ്റോർ സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ ഇൻ യൂറോപ്പ് ആഫ്റ്റർ ദ നെപ്പോളിയനിക് വാർസ് ബൈ റെക്കഗ്നൈസിംഗ് ടെറിട്ടറീസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ ബാലൻസ് ഓഫ് പവർ. അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടൻ അവർ കീഴടക്കി. സ്വാഭാവികമായിട്ടും ബ്രിട്ടനിൽ ഒരു രാജകുടുംബം ഉണ്ടായിരുന്നു, അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ അതിർത്തികളൊക്കെ മാറപ്പെട്ടിട്ടുണ്ടായിരിക്കും യുദ്ധത്തിന്റെ സമയത്ത്. അപ്പോൾ ഈ വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്നിട്ടുള്ള രീതിയിലേക്ക് രാജ്യങ്ങളുടെ അതിർത്തി പുനഃസ്ഥാപിക്കുക, അതുപോലെ നെപ്പോളിയൻ പരാജയപ്പെടുത്തിയിട്ടുള്ള രാജകുടുംബങ്ങൾക്ക് അധികാരം തിരിച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ പർപ്പസ് ആയിട്ട് ഉണ്ടായിരുന്നത്. Participants. The Congress was attended by representatives from major European power, including Austria, Britain, Russia, and Prussia.
ഇതിൽ പങ്കാളികളാണ് ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്തെ പ്രധാനമായിട്ടുള്ള യൂറോപ്യൻ ശക്തികളാണ്. ഓസ്ട്രിയ ഉണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടൻ ഉണ്ട്, റഷ്യയുണ്ട്. പ്രഷ്യ എന്ന് പറയുന്നത് ഇന്ന് ജർമ്മനി എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഇവരൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള പങ്കാളികൾ. ഔട്ട്കംസ്. The Congress resulted in territorial changes, with France losing its recent conquests and other powers gaining territory. അപ്പോൾ ഇതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിർത്തികളുടെ പുനർനിർണ്ണയമാണ്. നെപ്പോളിയൻ പിടിച്ചടക്കിയിട്ടുള്ള ഈ പ്രദേശങ്ങളൊക്കെ ഫ്രാൻസിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ പ്രദേശങ്ങൾ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇറ്റ് ഓൾസോ എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഓഫ് പവർ ടു പ്രിവെന്റ് ഫ്യൂച്ചർ കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഈ യൂറോപ്പിൽ വൻ ശക്തികൾ തമ്മിൽ ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ള രീതിയിൽ ഒരു പാക്ട് ഉണ്ടാക്കുകയാണ്. ഇവർ പരസ്പരം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഇതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ലെഗസി. The Congress of Vienna is considered a successful example of diplomatic peacemaking and laid the foundation for the Concert of Europe, a system of regular conferences aimed at maintaining peace in Europe. ഒരു തരത്തിൽ അതൊരു വിജയമായിരുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും യൂറോപ്പിനകത്ത് യുദ്ധമില്ലാതെ സമാധാനപരമായിട്ട് രാജ്യങ്ങൾ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിയന്ന കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ യോഗങ്ങളും മറ്റും ചേരുകയും ആ രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്